കൂട്ടുകാർ. കൊടുങ്കാട്ടിൽ 3 കൂട്ടുകാർ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു മാൻ, ഒരാമ, പിന്നെ ഒരു മരംകൊത്തിയും. അവരെല്ലായ്പ്പോഴും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. മിക്കവാറും എല്ലായ്പ്പോഴും എന്തെങ്കിലും സൊറയും പറഞ്ഞ് തടാകത്തിനരികിൽ കളിച്ചു നടക്കലാണ് പണി. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി. തടാകത്തിനരികിലെ കുറ്റിക്കാട്ടിൽ അയാൾ ഒരു വല വിരിച്ചു. മാൻകുട്ടി തടാകത്തിൽ നിന്നും വരികയായിരുന്നു. പാവം അത് ആ വലയിൽ ചെന്ന് കുടുങ്ങി. മാൻ ഉറക്കെ കരയാൻ തുടങ്ങി. കൂട്ടുകാരെ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. അയ്യോ, ഞാൻ വലയിൽപ്പെട്ടേ, ആരെങ്കിലും ഓടി വന്നെന്നെ രക്ഷിക്കണേ. മാൻകുട്ടി സഹായത്തിന് അപേക്ഷിക്കുന്ന ശബ്ദം ആമയും മരംകൊത്തിയും കേട്ടു. ഉടനെ അവരങ്ങോട്ടോടി. കൂട്ടുകാരൻ വലയിൽ കുടുങ്ങിയത് കണ്ട് അവർ ദുഃഖിച്ചു. അവരൊരു പദ്ധതി തയ്യാറാക്കി. ആമ അവിടെ അടുത്തു തന്നെയുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ചുണ്ടലിയെ വിളിച്ചുകൊണ്ടുവന്നു. ആമയും ചുണ്ടലിയും കൂടി വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. അതേസമയം മരംകൊത്തി വേട്ടക്കാരന്റെ കൂടാരത്തിനടുത്തേക്ക് പറന്നു ചെന്നു. വേട്ടക്കാരൻ കുടലിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. മാൻ കരയുന്ന ശബ്ദം അയാൾ കേട്ടതിനാൽ വേഗം ചെന്ന് അതിനെ പിടിക്കാൻ ഒരുങ്ങുകയായിരുന്നു അയാൾ. മരംകൊത്തി താഴ്ന്നു പറന്ന് അയാളുടെ തലയിൽ കൊത്താൻ തുടങ്ങി. നല്ല 2 കൊത്തു കൊടുത്തു. വേട്ടക്കാരൻ വേദന കൊണ്ട് നിലവിളിച്ചു. വേദന സഹിക്കാതെ അയാൾ തന്റെ കൂടാരത്തിനകത്തേക്ക് തിരിച്ചുപോയി. മരംകൊത്തി വിചാരിച്ച കാര്യം നടന്നു. അത് പിന്നീട് മാനിന്റെ അടുത്ത് പറന്നു ചെന്നു. അപ്പോഴേക്കും ചുണ്ടലിയും ആമയും കൂടി വലയെല്ലാം കടിച്ചു മുറിച്ചിരുന്നു. അങ്ങനെ മാൻകുട്ടി സ്വതന്ത്രനായി. അതിനുശേഷം 3 കൂട്ടുകാരും വീണ്ടും ഒരുമിച്ച് ചേർന്നു. ഒരുപാട് കാലം ആ കാട്ടിൽ സന്തോഷമായി ജീവിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമുക്ക് ചുറ്റും ധാരാളം കൂട്ടുകാരുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ കഥയുടെ സാരം, ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ്.